ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ശമ്പളം നൽകാത്ത കേസിൽ ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിലെ ഒരു ആശുപത്രിയിൽ നിന്ന് വിലപിടിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് കടം വീട്ടാൻ ദുബായ് കോടതി ഉത്തരവിട്ടു. യുഎഇയുടെ കിഴക്കൻ മേഖലകളിൽ ഇന്ന് ചെറിയ തോതിൽ മഴ ലഭിച്ചേക്കുമെന്ന് NCM വ്യക്തമാക്കി. 20-ന് മുകളിൽ ജീവനക്കാരുള്ള കമ്പനികളിൽ സ്വദേശികളെ നിയമിച്ചില്ലെങ്കിൽ കനത്ത പിഴ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് യുഎഇയുടെ മനുഷ്യവിഭവ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഡോളർ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ യുഎഇയിലെ സ്വർണ്ണവിലയേക്കാൾ കുറവാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സ്വർണ്ണവിലയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് യുഎഇയിലെ റീറ്റെയിൽ സ്വർണ്ണക്കടകൾ. അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. പുകമഞ്ഞിൽ കുടുങ്ങി ജനങ്ങൾ. കേന്ദ്രം ഇടപെടണമെന്ന് ഡൽഹി. സ്കൂളുകൾ ഓൺലൈനിലേക്ക്. സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്നും ജോലി ചെയ്യാം. മെസ്സി അടക്കമുള്ള അർജന്റീന ടീം സൗഹൃദ മത്സരത്തിനായി കേരളത്തിൽ വരുമെന്നും അടുത്ത മാസം അർജന്റീന തന്നെ പ്രഖ്യാപനം നടത്തുമെന്നും കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രി വ്യക്തമാക്കി.